കേരളത്തിൽ വന്ദേ ഭാരത് വന്നിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം പൂനെ വരെ വരേണ്ടി വന്നു ഇതിലൊന്ന് കയറാൻ. അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ മുംബൈ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തത് വന്ദേ ഭാരത് ആയിരുന്നു. 3.5 hours ആയിരുന്നു ഞങ്ങളുടെ ജേണി. 720 രൂപയാണ് ഒരാൾക്ക് വന്ദേ ഭാരതിൽ നമുക്ക് ചാർജ് ആയത്. അതിൻ്റെ ഒപ്പം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നമുക്ക് ഫുഡും തരും. നമ്മുടെ ജേണി രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 3 നോൺ വെജും 1 വെജുമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ അച്ഛന് വെജാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നോൺ വെജിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ തുറന്നു നോക്കി. പക്ഷേ വന്നത് നോർമലായിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഓംലെറ്റാണ്. ഓംലെറ്റ് വേറെയും, അതായത് ഡബിൾ ഓംലെറ്റ് ആയിരുന്നു, അത് വേറെയും. അതുപോലെ തന്നെ 2 ബ്രെഡ് വേറൊരു കവറിലും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ജാമ്, ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഒരു കേക്ക്, ഒരു 10 രൂപയുടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഓംലെറ്റ് കഴിച്ചു നോക്കി. ഓംലെറ്റ് അത്യാവശ്യം നല്ല ഒരു ഓംലെറ്റ് തന്നെയായിരുന്നു. പിന്നെ ഓംലെറ്റിന് പ്രത്യേകിച്ച് നമുക്ക് വേറെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ബ്രെഡ് നമ്മൾ ഓംലെറ്റിൻ്റെ ഒപ്പം ഒരു ബ്രെഡ് നമ്മൾ ജാം വെച്ചിട്ടും കഴിച്ചു. അതിന് ശേഷം കുറച്ച് വെജീസ് തന്നായിരുന്നു. അതായത് ക്യാരറ്റും ഗ്രീൻ പീസും ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പെപ്പറും സാൾട്ടും ഇട്ടിട്ടാണ് നമ്മളത് കഴിച്ചത്. അതിന് ശേഷം ലാസ്റ്റ് നമുക്കൊരു കോഫിയും ഒരു ടീയും, അവൻ ടീയും ഞാൻ കോഫിയും ആണ് പറഞ്ഞത്. അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സാധനമായിരുന്നു. 25 റുപ്പീസിനാകുമ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് വേറെ മിൽക്ക് അങ്ങനെയൊന്നും തന്നിട്ടില്ല. അത് മാത്രം ഒന്ന് വെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ സെറ്റ് സാധനമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു ജേണി ആയിരുന്നു. നമ്മൾ സാധാ ട്രെയിന് പോണ പോലെയല്ല, ഒരു നല്ല ജേണി ആയിരുന്നു. ഈ വന്ദേ ഭാരതിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫുഡ് കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ്